സ്പോയിലർ എന്ന് പറയണം അയ്യേ എന്നൊരു കമന്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ഈ വീഡിയോ ഒരു സിനിമയുടെ സ്പോയിലർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹലോ, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഐ സോ ദ ഡെവിൾ എന്ന കൊറിയൻ സിനിമേനെ പറ്റിയാണ്. കുറെ പേർക്ക് അറിയായിരിക്കും ഈ സിനിമേനെ പറ്റി. പക്ഷേ റിവെഞ്ച് സ്റ്റോറീസ് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ വയലൻസ് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ കുറെ ചിന്തിച്ച് റിവെഞ്ച് എടുക്കുന്ന തരത്തിലുള്ള സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. മസ്റ്റ് റെക്കമെൻഡഡ് മൂവിയാണ് ഐ സോ ദ ഡെവിൾ. ഇതിലെ മെയിൻ ലീഡ്സ് ആയിട്ട് ആക്ട് ചെയ്തേക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഓൾഡ് ബോയ് എന്ന് പറഞ്ഞ സിനിമയിലെ റിവ്യൂവിൽ പറഞ്ഞ അതിലെ മെയിൻ ക്യാരക്ടറായ ചോയ് മിൻ സിങ്ങും, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് തോന്നുന്നു, അയാളും പിന്നെ ലീ ബ്യൂങ് ഹുൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ റിവെഞ്ച് പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മൾ കുറേ സിനിമയിൽ ആദ്യം തന്നെ വില്ലനെ കുറേ കണ്ടുപിടിക്കാൻ പോകും. അത് കഴിഞ്ഞ് കുറേ കഷ്ടപ്പെട്ട് വില്ലനെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒരു റിവെഞ്ച്, ഒറ്റ റിവെഞ്ചിൽ വില്ലൻ മരിക്കും, അല്ലെങ്കിൽ വില്ലൻ എന്തെങ്കിലും വലിയൊരു കൊള്ളാത്ത എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ ഞാൻ കണ്ട് ശീലിച്ച റിവെഞ്ച് സിനിമയിലെല്ലാം തന്നെ അങ്ങനെയാണ്. പക്ഷേ ഐ സോ ദ ഡെവിൾ അങ്ങനത്തെ ഒരു സിനിമയേ അല്ല. അപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ ഇതിലെ വില്ലൻ ക്യാരക്ടർ കൊല്ലുകയാണ്. എന്നുവെച്ചാൽ അയാൾ ഒരു സീരിയൽ കില്ലറാണ്. അപ്പം ഈ ലേഡിയുടെ കയ്യിലുള്ള മോതിരം അവിടുത്തെ ഒരു സീവേജിൽ പോകും. അപ്പം ഈ കൊല്ലുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പീസായിട്ട് അർത്താണ് കൊല്ലുന്നത്. ഒരു ദാക്ഷിണ്യം ഇല്ലാത്തൊരു വില്ലനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ മരിച്ചുപോയ ആളുടെ ബോയ് ഫ്രണ്ട് ഇതിനു വേണ്ടി റിവെഞ്ച് എടുക്കാൻ പോകുന്നതാണ് സിനിമയിലെ ബാക്കിയുള്ള പ്ലോട്ട്. അപ്പം ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ ഈ ലേഡി മരിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ഹീറോയ്ക്ക് വില്ലൻ ആരാന്ന് മനസ്സിലാവും. പിന്നെ ഉള്ള ഒരു 2.5 മണിക്കൂർ അടുത്ത സിനിമയാണ്. പിന്നെ ഉള്ള ഒരു 2 മണിക്കൂർ ഈ സിനിമയിൽ റിവെഞ്ചിനെ പറ്റി മാത്രമാണ്. അതായത് ഈ സിനിമയിൽ പിന്നെ എല്ലാം റിവെഞ്ചാണ്. റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവെഞ്ചിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വില്ലനും നായകനും ഒരേ സമയം ഒരേ കോയിൻ്റെ 2 വശങ്ങളാണ്. അതായത് ഇതിൽ ആരാണ് ഡെവിൾ എന്ന് നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് വില്ലൻ്റെ ആൻറ്റിസിപ്പേഷനിലും നായകൻ്റെ ആൻറ്റിസിപ്പേഷനിലും ഡെവിള് 2 പേരുമാണ്. അതുകൊണ്ടായിരിക്കും ഈ സിനിമയുടെ പേര് ഐ സോ ദ ഡെവിൾ തന്നെ ആയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ലൻ അടുത്ത വിക്ടിമിനെ, ഇയാൾ സാധാരണ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് ആണ് റേപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് പീസാക്കി മുറിച്ചാണ് കൊന്ന് ബോഡി ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ അടുത്ത ഇരേനെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ, അതായത് അടുത്ത ഇരേനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ നായകൻ ഇയാളെ കണ്ടുപിടിച്ചിട്ട് ഇയാളെ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു നല്ല ചണ്ടിപ്പരുവത്തിലാക്കിയിടും. അത് കഴിഞ്ഞ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കും ഇയാളെ കൊല്ലുന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ നായകൻ കൊല്ലില്ല, ഇയാളെ വെറുതെ വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇരേനെ തേടി ഇയാൾ പോകുമ്പോൾ ആ സ്പോട്ടിലും ഈ നായകൻ എത്തും. കാരണം GPS ഘടിപ്പിച്ച ഒരു ഗുളിക ഈ വില്ലനെ കൊണ്ട് ഈ നായകൻ കഴിപ്പിച്ചു. അങ്ങനെ ഇയാൾ പോകുന്ന ലൊക്കേഷൻസ് ഒക്കെ നായകന് നന്നായിട്ട് അറിയാം. അങ്ങനെ നായകൻ ഇയാൾ പോകുന്ന ലൊക്കേഷൻസ് എല്ലാം ട്രാക്ക് ചെയ്ത് പോയി ഓരോ ഇരേനെ ഈ വില്ലൻ കണ്ടുപിടിക്കുമ്പോഴും ഇയാൾ ഓരോ രീതിയിൽ ഇയാൾ ഉപദ്രവിച്ച് വിടും. തല അടിച്ചു പൊട്ടിക്കും, പിന്നെ കാല് ഒടിച്ചു കളയും, കാലിലെ കൊതുവള്ളി പൊട്ടിക്കും. അങ്ങനെ വളരെ ക്രൂരമായിട്ട് ഈ നായകൻ ഓരോ ഇരേനെ ഈ വില്ലന് കിട്ടുമ്പോഴും പുള്ളീനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ വില്ലൻ്റെ ഫ്രണ്ടിനെ കാണിക്കുന്നുണ്ട്. അയാൾ ഇതുപോലെ വളരെ എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. അയാളൊരു കാനിബലാണ്. അയാൾ പെണ്ണുങ്ങളെ റേപ്പൊന്നും ചെയ്യില്ല. ആൾക്കാരെ അയാളുടെ വലിയൊരു വീട്ടിലേക്ക് പിടിച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ച് കട്ട് ചെയ്ത് അങ്ങനത്തെ കാനിബലായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. അപ്പോൾ വില്ലൻ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോയി ഈ ഫ്രണ്ടിനെ കൊല്ലും. അത് കഴിഞ്ഞ് അവസാനം വലിയൊരു ചേസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ വില്ലനെ ഒരു പ്രത്യേക രീതിയിൽ കൊല്ലും. റേഞ്ച് ആയിട്ടുള്ള രീതിയിൽ വില്ലനെ കൊല്ലുന്ന ശരിക്കും പറഞ്ഞ നായകനല്ല, വില്ലൻ്റെ അമ്മയും അച്ഛനും മോനുമാണ്. അങ്ങനെ ഒരു രീതിയിലേക്കാണ് പുള്ളി കൊലപാതകത്തിൻ്റെ സെറ്റപ്പ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഐ സോ ദ ഡെവിൾ റിവെഞ്ച് മൂവീസിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന പൊസിഷൻസിലുള്ള മൂവിയിൽ ഒരെണ്ണമാണ് ഐ സോ ദ ഡെവിൾ. നമ്മൾ സാധാരണ ഈ കൊറിയൻ മൂവീസ് കുറേയൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. അതും ഈ സിനിമയും ഇതുപോലെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പം
പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവസാനം എത്തുമ്പോൾ നായകൻ ഈ വില്ലനെ ഓരോ തവണയും വെറുതെ വിടുന്നത് കൊണ്ട് ഈ നായകനും പുള്ളിക്ക് ആകെയുള്ള ഫാമിലി നഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ജയിച്ചതാരാ തോറ്റതാരാന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ നമുക്ക് ലാസ്റ്റ് വരും. എന്നാലും ഇതുപോലെയൊക്കെ നമ്മൾ പറയില്ലേ, നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഒത്തിരി ദേഷ്യം തോന്നുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ മനസ്സ് വിചാരിക്കും ഇവനൊക്കെ കൊല്ലാതെ കൊല്ലണം എന്ന് പറയില്ലേ, അത് ലിറ്ററലി അങ്ങനെ ചെയ്യുന്ന ഒരു പടമാണ് ഐ സോ ദ ഡെവിൾ. കൊല്ലാതെ കൊല്ലാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങൾ, അങ്ങനെ സിനിമ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോണേ. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ വില്ലനെ ഈ നായകൻ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയാളെ ഇപ്പം കൊല്ലും, ഇനി എങ്ങനെയാണ് കഥ പോണേന്ന് ആലോചിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ അയാളെ കൊല്ലാതെ വിട്ടപ്പോൾ അടുത്ത ആളെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇയാളെ ഇപ്പോൾ കൊല്ലുന്നു, അപ്പോഴും കൊന്നില്ല. അങ്ങനെ ഓരോ തവണയും കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഐ സോ ദ ഡെവിൾ. അതിൽ വില്ലനും പറയുന്നുണ്ട് ഇവനെ പോലത്തെ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേന്ന്. വില്ലൻ്റെ ഫ്രണ്ടിനോട് ഈ നായകനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു റിവെഞ്ച് സ്റ്റോറി. ആക്ടിങ് വൈസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ബോയിലെ ഹീറോ, പുള്ളിയുടെ ആക്ടിങ്ങിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല. അയാളുടെ കണ്ട സിനിമകളിലൊക്കെ അയാളുടെ ആക്ടിങ്ങിനെ പറ്റി ഭയങ്കര ഇൻ്റർനാഷണൽ അക്ലെയിംസ് ഒക്കെ കിട്ടിയ ഒരാളാണ് എനിവേ. അതുകൊണ്ട് അയാളുടെ ആക്ടിങ് ഭയങ്കര അടിപൊളിയാണൊന്നും പറയാനില്ല. നായകനാണെങ്കിലും സൂപ്പറായിട്ടാണ് ആക്ട് ചെയ്തേക്കണത്. ഇതിലെ ആക്ടേഴ്സിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്ക് ബേസിക്കലി വലിയ റോളുകളില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ആക്ടിങ് സൂപ്പറാന്ന് വിലയിരുത്താനുള്ള അത്ര ഒരു റോളുകളില്ല. കാരണം ഇവർ രണ്ടുപേരുമാണ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഈ പറയുന്ന വില്ലൻ്റെ ഫ്രണ്ടിനും അത്യാവശ്യം റോളുണ്ട്. പുള്ളീനെ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആളെ ആയിട്ട് പോർട്രേ ചെയ്യണം. അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും, നമുക്കത് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് സിനിമയുടെ ആക്ടേഴ്സിൻ്റെ സെറ്റപ്പൊക്കെ പോണേ. പിന്നെ എന്തായാലും അടിപൊളി പടമാണ്. റിവെഞ്ച് സ്റ്റോറീസ് ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന സിനിമയാണ് ഐ സോ ദ ഡെവിൾ. കാരണം കൊല്ലാതെ കൊല്ലുന്ന റിവെഞ്ച് ഭയങ്കര നന്നായിട്ടാണ് സിനിമയിൽ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു സിനിമ റിവ്യൂ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.